ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന അക്സറു ഹമ്മുഹുദ് ദുനിയാ, ഒരാളുടെ വലിയ വേവലാതി ദുനിയാവായാൽ അവൻ ഉറങ്ങുമ്പോഴും അവന്റെ ദുനിയാവ്, അവൻ ഉറങ്ങുമ്പോഴും അവന്റെ ദുനിയാവിലെ സുഖങ്ങൾ, സൗകര്യങ്ങൾ, അവൻ ഉണരുമ്പോഴും അങ്ങനെ, അവന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും എന്ന് പറഞ്ഞാൽ അവൻ സന്തോഷിക്കുന്നതും അവൻ സങ്കടപ്പെടുന്നതും അവൻ ദേഷ്യപ്പെടുന്നതും അവൻ സ്നേഹിക്കുന്നതും അവൻ ഇടപെടുന്നതും എല്ലാം ഐഹികമായ മാനദണ്ഡമനുസരിച്ചാണ് എങ്കിൽ അള്ളാഹു പറയുകയാണ്, ജഅലല്ലാഹുൽ ഫഖ്റ ബൈന ഐനൈഹി, അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിലും അല്ലാഹു തആല ദാരിദ്ര്യത്തെ സൃഷ്ടിക്കുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സദഖല്ലാഹുൽ അലിയുൽ അദീം. നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ അമിതമായി ചേക്കേറിയിരിക്കുന്ന ഭൗതികമായ പ്രലോഭനങ്ങളെ എങ്ങനെ ഇറക്കിവിടാൻ കഴിയും, എങ്ങനെ അതിനെ വർജിക്കാൻ കഴിയും, എങ്ങനെ ദുന്യാവിനോടുള്ള പ്രേമത്തെ ഇല്ലാതെയാക്കാൻ കഴിയുമെന്നാണ് നമ്മളൊക്കെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടത്. ദുന്യാവിനെ പറ്റി നമ്മൾ പറയാറുള്ളത് തന്നെ നശ്വരം എന്നതാണ്, നശിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അദ്ദുന്യാ എന്നാൽ താഴുന്നത് എന്ന അർത്ഥത്തിൽ നിന്നാണ് പിന്നെ ഈ ഐഹിക ലോകത്തിന് അദ്ദുന്യാ എന്ന് ഖുർആനിലും ഹദീസിലും ഒക്കെ പ്രയോഗിച്ചത്. താഴ്ന്ന, നശിക്കുന്ന ഈ ഭൗതികതയോട്, ദുന്യാവിനോടുള്ള പ്രേമം, അതിനോടുള്ള ഇഷ്ടം, അതിനോടുള്ള ആർത്തി നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ വല്ലാതെ ശക്തമായി ഇടം പിടിച്ചതിന്റെ ഭാഗമായാണ് നമ്മുടെ ഇബാദത്തുകളുടെ മധുരം നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത്, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് താല്പര്യം തോന്നിത്തുടങ്ങാത്തത്. ഇതുപോലെയുള്ള മജ്ലിസുകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് സ്ഫുടം ചെയ്തെടുക്കാനുള്ള ഒരവസരം നമുക്ക് ലഭ്യമാകണം. മഹാനായ ഒരു പണ്ഡിതൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. സുന്ദരിയായ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ ആഗ്രഹിച്ചു. ആ ചെറുപ്പക്കാരൻ തന്റെ പിതാവിനോട് ചെന്ന് കാര്യം പറഞ്ഞു. പിതാവ് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും കൂടി ആ കുട്ടിയെ ഒന്ന് കാണാം. പെൺകുട്ടിയെ കണ്ടപ്പോൾ പിതാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, മോനെ, ഈ സുന്ദരിയെ നീ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഉചിതം ഞാൻ വിവാഹം ചെയ്യലാണ്. മകൻ ദേഷ്യപ്പെട്ടു. രണ്ടുപേരും തർക്കമായപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ട് സംസാരിക്കാൻ അവർ തീരുമാനിച്ചു. ഉദ്യോഗസ്ഥൻ പറഞ്ഞു, എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം. കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, ഇവൾക്ക് ആവശ്യം കരുത്തനായ ഒരു ഭർത്താവിനെയാണ്, അതുകൊണ്ട് ഞാൻ തന്നെ കല്യാണം കഴിക്കാം. മൂന്നാളും തർക്കമായി മന്ത്രിയുടെ അടുക്കലെത്തി. മന്ത്രി പറഞ്ഞു, ഞാനാണ് കല്യാണം കഴിക്കുന്നത്. 4 പേരും കൂടെ പ്രശ്നമായപ്പോൾ രാജാവ് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, നിങ്ങൾ 4 ആളുകളും ഇതിന് യോഗ്യനായ ആളല്ല, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാം. ഈ 5 ആളുകളോടും അവസാനം ഈ പെൺകുട്ടി പറഞ്ഞു, ഏതായാലും നിങ്ങളിൽ ഒരാൾക്കല്ലേ എന്നെ കല്യാണം കഴിക്കാൻ കഴിയൂ. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ ഓടിത്തുടങ്ങുകയാണ്. നിങ്ങൾ ആരാണോ എന്നെ സ്പർശിക്കുന്നത്, തൊടുന്നത്,
എന്റെ പിന്നിലെത്തിയിട്ട് നിങ്ങൾ ആരാണോ എന്നെ തൊടുന്നത് അവർക്ക് എന്നെ കല്യാണം കഴിക്കാം. ആയിക്കോട്ടെ, എല്ലാവരും റെഡിയായി. 1 2 3 ഓടാൻ തുടങ്ങി. പെൺകുട്ടിയും ഓടാൻ തുടങ്ങി. ഓടുന്നതിനനുസരിച്ച് അവളുടെ പിന്നിലിങ്ങനെ വലിയ ഗർത്തങ്ങൾ, ഇടുങ്ങിയ വഴികൾ, വഴിയറിയാത്ത ദിക്കുകൾ, വലിയ വലിയ മരുഭൂമികൾ. പലരും തളർന്നു വീണു, പലരും കുഴിയിൽ പോയി, പലരും ഇടുങ്ങിയ വഴിയിൽപ്പെട്ടു, പലരും ഗതിയറിയാതെ നിലവിളിച്ചു. അവസാനം അവൾക്കാരെയും ആർക്കും അവളെ സ്പർശിക്കാൻ കഴിയാതെ അങ്ങേ അറ്റത്തെത്തിയപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു, ഞാനാണ് ഐഹികമായ ലോകം, ഞാനാണ് ദുന്യാവ്, ഒരാൾക്കും എന്നെ സ്പർശിക്കാൻ കഴിയില്ല. എന്റെ പിന്നാലെ ഓടുന്നവരുടെ മുൻപിലെല്ലാം ഇതുപോലെയുള്ള ഗർത്തങ്ങളും ഇടുക്കങ്ങളും വിശാലതകളും എല്ലാം ഉണ്ടാകും. അവസാനം എന്നെ തൊടാൻ കഴിയാതെ അവരൊക്കെ അവസാനിക്കലാണ് പതിവ് എന്ന് ഐഹികമായ ലോകം പ്രതീകാത്മകമായി വിളിച്ചു പറഞ്ഞത്രേ. ഇതാണ് ഭൗതിക ലോകത്തിന്റെ അവസ്ഥ. ഇതിനു വേണ്ടിയാണ്, ഇതിന്റെ നേട്ടത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അള്ളാഹു ഖുർആനിലൂടെ ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരു ഹദീസുകളിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ കൽബിലേക്ക് അങ്ങ് കയറിയാൽ ദുനിയാവിലുള്ള ജീവിതം സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുകയും അതിനുശേഷമുള്ള ആഖിറം അതിനേക്കാൾ ആനന്ദത്തോടെ നമുക്ക് കൊണ്ടാടാൻ കഴിയുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോടൊപ്പം ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് ഒരു ആടിന്റെ മൃതദേഹം കണ്ടു, ഒരു ശവം കണ്ടു. നബി ചോദിച്ചു, ഈ ആടിന്റെ ശവത്തിന് ഇതിന്റെ ഉടമസ്ഥന്മാർ വല്ല വിലയും കൽപ്പിക്കുമോ? അനുയായികൾ പറഞ്ഞു, നബിയെ, ഒരു വിലയും കൽപ്പിക്കാത്തത് കൊണ്ടാണല്ലോ അവർ ഈ ആടിനെ ആരുമില്ലാത്ത ഈ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ശവത്തിന്റെ ഉടമക്ക് ഇതിനോടുള്ള അത്ര വില പോലും ഐഹികമായ ലോകത്തോട് അള്ളാഹുവിനില്ല. അള്ളാഹുവെങ്ങാനും ഈ ഭൗതിക ലോകത്തിന്, ഈ ദുന്യാവിന് വല്ല വിലയും കൽപ്പിക്കുകയായിരുന്നുവെങ്കിൽ, വില കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തമ്പുരാൻ അവനെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ദുന്യാവ് നൽകുക, പടച്ചോനെ ഇബാദത്ത് ചെയ്യുന്നവർക്ക് മാത്രം സമ്പന്നത നൽകുക, ആരോഗ്യം നൽകുക, അങ്ങനെ ഒരു വില അള്ളാഹു കൽപ്പിക്കുന്നില്ല. അത് അള്ളാഹു ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസൃതമായി അവനെ ആരാധിച്ചാലും ഇല്ലെങ്കിലും തഖ്വ ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹു യഥേഷ്ടം നൽകുന്നതാണ്. പടച്ചവൻ ഒരല്പമെങ്കിലും വില അതിന് കൽപ്പിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഈ ദുന്യാവിൽ നിന്നൊരു മുറുക്ക് വെള്ളം പോലും കുടിപ്പിക്കില്ലായിരുന്നുവെന്ന് അള്ളാഹു തമ്പുരാൻ പറയുന്നതായി അന്ന് അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതാണ് ഐഹിക ലോകം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളിരിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർള് ഫഅസ്ബഹ ഹശീമൻ തദ്റൂഹു الرياح وكان الله على كل شيء مقتدرا. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പന്നത, നമ്മൾ കെട്ടിയുണ്ടാക്കുന്ന കൊട്ടാര സദൃശ്യമായ വീടുകൾ, നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ശ്രമങ്ങൾക്കനുസൃതമായി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സൗകര്യങ്ങളെ അല്ലാഹു സൂറത്തുൽ കഹ്ഫിൽ ഉദാഹരിക്കുന്നത് ഇങ്ങനെയാണ്: വളിരിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ. ഐഹികമായ ലോകം ഇങ്ങനെയാണെന്ന് നബിയെ നിങ്ങൾ അവർക്ക് ഉദാഹരിച്ചു കൊടുക്കണേ. എങ്ങനെയാണത്? കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ.
ആകാശലോകത്ത് നിന്ന് നാം വർഷിപ്പിച്ച മഴവെള്ളം പോലെയാണത്. ഐഹികമായ ലോകം നശ്വരമാണ് എന്നും ഭൗതികമായ ലോകം നമ്മുടെ ആസ്വാദനങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മെ സഹായിക്കുകയില്ല എന്നും നമ്മളെല്ലാം അല്ലാഹുവിന്റെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ നിസ്സാരമായി ഇടപെടേണ്ടവരാണ് എന്നും അതിന് വിധേയരാകേണ്ടവരാണ് എന്നും നമ്മുടെ ചുറ്റുപാടുകൾ ഓരോ സമയത്തും നമ്മെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ദുനിയാവ് അതിനു വേണ്ടി ജീവിച്ചിട്ടൊരു കാര്യവുമില്ല, അതിനോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടൊരു കാര്യവുമില്ല. ആ ദുനിയാവ് അല്ലാഹുവിന്റെ തീരുമാനത്തിനനുസൃതമായി നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരു ഘട്ടം വരുമെന്ന് ഈ പ്രളയം നമ്മെ ബോധ്യപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചുഴലിക്കാറ്റ് വരുന്നുവെന്നറിയുമ്പോൾ നമ്മൾ വല്ലാതെ പേടിക്കുകയാണ്. അതിനെ തടയാനുള്ള കഴിവ് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അതിനെ പ്രതിരോധിക്കാൻ എത്ര ജാഗ്രതാ നിർദ്ദേശം നൽകിയാലും എത്ര അലർട്ടുകൾ നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിച്ചാലും അതിനെ തടയാൻ നമുക്ക് കഴിയില്ല. നമ്മൾ അല്ലാഹുവിന്റെ തീരുമാനങ്ങൾക്ക് വിധേയരാകേണ്ടവരാണ്. ജിന്ദഗി ഇൻസാൻ കി ഹേ മാനിന്ദെ മുർഗെ ഖുശ്നവാ के शाख पर बैठा कोई दम सह चहाया उड़ गया. മനുഷ്യ ജീവിതത്തിന്റെ ഉപമ എന്ന് പറയുന്നത് ഒരു മരച്ചില്ലയിൽ വന്നൊരു കിളി കളകളാരവം മുഴക്കി പാട്ടുപാടി പറന്നു പോയാൽ എങ്ങനെയുണ്ടാകുമോ അതുപോലെയാണ്, അത്രയും ക്ഷണികമാണ്. വഹിനി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന മർത്യ ജന്മം ക്ഷണം ഭംഗുരം. നന്നായി ചൂടായ ഒരു ചട്ടിയിൽ ഒരു തുള്ളി ജലമുറ്റിച്ചാൽ എത്ര വേഗമാ ജലം അപ്രത്യക്ഷമാകുമോ അത്രമേൽ നൈമിഷികമാണ് മനുഷ്യ നിന്റെ ജീവിതം എന്നാണ് പറയുന്നത്. ഇനി അല്ലാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ, കമാ ദുനിയാവിലുള്ള ജീവിതം മഴവെള്ളം വർഷിച്ചാൽ അതുപോലെയാണ്. ആ മഴവെള്ളം ഇങ്ങ് വർഷിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ഇങ്ങനെ സസ്യലതാദികൾ ഇടകലർന്നുണ്ടാകും, ഹരിതാഭമാകും, പച്ച പിടിച്ചു നിൽക്കും, നല്ല ഊർജ്ജസ്വലതയുണ്ടാകും. അത് കണ്ടാൽ കണ്ണുകൾക്ക് കുളിർമയുണ്ടാകും, അത് കണ്ടാൽ മനസ്സുകൾക്ക് വലിയ ആനന്ദമുണ്ടാകും. അതിങ്ങനെ ആസ്വദിക്കുമ്പോ നമ്മുടെ ഹൃദയം ഇങ്ങനെ കോരിത്തരിക്കും. കാണാൻ എന്തു ഭംഗിയാണ്, കാണാൻ എന്തൊരു സൗരഭ്യമാണ്. പൂക്കൾ വിടർന്ന് പരിമളം തൂകും. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വെയിലുണ്ടായാൽ ഫഅസ്ബഹ ഹശീമൻ തദുറൂഹു റിയാഹ്, നല്ലൊരു കാറ്റടിച്ചാൽ പറന്നു പോകുന്ന കച്ചിത്തുരുമ്പുകളായി അവ മാറുമല്ലോ. എന്നതുപോലെയാണ് മനുഷ്യരെ നിങ്ങളുടെ ദുനിയാവ് എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഞങ്ങളെ കൂട്ടി റസൂലുള്ളാഹി സഞ്ചരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ശ്മശാനത്തിലെത്തി. ആ ശ്മശാനത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളുകളുടെ എല്ലുകളും പല്ലുകളും അവരുടെ കഫൻപുടകളുടെ അവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നു. മൃഗങ്ങൾ അതിനെ ഇങ്ങനെ മാന്തി പുറത്തിട്ടിരുന്നു. ആ ശ്മശാനം ദുർഗന്ധപൂരിതമായിരുന്നു. അത് കണ്ടാൽ തന്നെ വലിയ വെറുപ്പ് തോന്നുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ, ഇതാണ് കേട്ടോ നിങ്ങളുടെ ദുനിയാവിന്റെ അവസ്ഥ, നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ ഇതാണ്, നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ അവസ്ഥ ഇതാണ്, നിങ്ങളുടെ ഭൗതികമായ സുഖങ്ങളുടെയും ആഡംബരങ്ങളുടെയും പര്യവസാനം ഇതുപോലെ എല്ലുകളും വസ്ത്രങ്ങളുടെ അവശേഷിപ്പുകളുമായി മാത്രം മാറുന്നതാണെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ വലിയ മാറ്റം നൽകട്ടെ. നമ്മുടെ ഖൽബിൽ അല്ലാഹു തആല ദീനിനോടും ഈമാനിനോടുമുള്ള അടുപ്പം പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരായത്തോതി, അൽഹാഖുമുത് തകാസുർ, നിങ്ങളെ തകാസുർ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വർധനവിനെ തേടുക. എത്ര
എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരവസ്ഥ. ആ മതിയാവാത്ത അവസ്ഥക്ക് വേണ്ടി പടച്ചവൻ ഹറാമാക്കിയ കാര്യങ്ങളെ പൈസ ഉണ്ടാകണം, അതിന് പലിശ വേണമെങ്കിൽ അങ്ങനെ, അതിന് മോഷ്ടിക്കണമെങ്കിൽ അങ്ങനെ, അതിന് വഞ്ചിക്കണമെങ്കിൽ അങ്ങനെ, അതിനാളുകളുടെ അടുക്കൽ നിന്ന് പിടുങ്ങണമെങ്കിൽ അങ്ങനെ, ചീത്ത പറയണമെങ്കിൽ അങ്ങനെ. അൽഹാക്കും, അത് നിങ്ങളെ നശിപ്പിച്ചിരിക്കുകയാണ്. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന അക്സറു ഹമ്മുഹുദ് ദുനിയാ, ഒരാളുടെ വലിയ വേവലാതി ദുനിയാവായാൽ അവൻ ഉറങ്ങുമ്പോഴും അവന്റെ ദുനിയാവ്, അവൻ ഉറങ്ങുമ്പോഴും അവന്റെ ദുനിയാവിലെ സുഖങ്ങൾ സൗകര്യങ്ങൾ, അവൻ ഉണരുമ്പോഴും അങ്ങനെ, അവന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും എന്ന് പറഞ്ഞാൽ അവൻ സന്തോഷിക്കുന്നതും അവൻ സങ്കടപ്പെടുന്നതും അവൻ ദേഷ്യപ്പെടുന്നതും അവൻ സ്നേഹിക്കുന്നതും അവൻ ഇടപെടുന്നതും എല്ലാം ഐഹികമായ മാനദണ്ഡമനുസരിച്ചാണ് എങ്കിൽ അള്ളാഹു പറയുകയാണ്, ജഅലല്ലാഹുൽ ഫഖ്റ ബൈന ഐനൈഹി, അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിലും അല്ലാഹു തആല ദാരിദ്ര്യത്തെ സൃഷ്ടിക്കുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. പടച്ചോൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുന്യാവ് നമ്മൾ നേടണ്ടെന്നല്ല, ഗൾഫിൽ പോകണ്ടെന്നല്ല, കച്ചവടം ചെയ്യണ്ടെന്നല്ല, ജോലി ചെയ്യണ്ടെന്നല്ല. പക്ഷെ അതിനു വേണ്ടി അള്ളാഹു ഹലാലാക്കിയതിലും ഹറാമാക്കിയതിലും ഒരു വ്യത്യാസവും കാണിക്കാതിരിക്കുക. നമ്മുടെ മാനദണ്ഡങ്ങൾ മുഴുവൻ ദേഷ്യപ്പെടുകയാണെങ്കിൽ അതും ദുന്യാവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും ദുന്യാവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. നബിയുടെ സ്വഭാവം അങ്ങനെയല്ല. ആയിഷ ബീവി പറയാണ്, വമൻ തഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിനഫ്സിഹി, സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരിക്കലും റസൂലുള്ള ഒരാളോടും പ്രതികാരം ചെയ്തിട്ടില്ല. അസ്ഹാബു റസൂലില്ലയും അങ്ങനെയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യനെ ഇങ്ങനെ അവസാനം ഉപദ്രവിച്ച ഒരാളെ കൊല്ലാനുള്ള അവസരത്തിയപ്പോ അയാളെങ്ങനെ കൊല്ലാൻ വേണ്ടി വാളെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് അയാൾ അലി റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് അങ്ങ് തുപ്പിയപ്പോ അദ്ദേഹം എണീറ്റ് പോയി. ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് നല്ല അവസരമായിരുന്നല്ലോ, എന്തേ നിങ്ങൾ ആ ശത്രുവിനെ കൊന്നില്ല? അലി റളിയല്ലാഹു പറഞ്ഞു, ഞാൻ അയാളെ കൊന്നിരുന്നെങ്കിൽ അത് എനിക്ക് വേണ്ടിയാകുമായിരുന്നു, എന്നെ തുപ്പിയത് കൊണ്ടായിരുന്നു. ഞാൻ അയാളെ കൊന്നിരുന്നത് എന്നോടുള്ള എനിക്ക് അയാളോടുള്ള ദേഷ്യത്തിന് വേണ്ടിയായിരുന്നു, അത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അതാണ് പറഞ്ഞത്. നമ്മളുടെ ദേഷ്യം ദുന്യാവിന് വേണ്ടി, നമ്മളുടെ ഇഷ്ടം ദുന്യാവിന് വേണ്ടി, നമ്മളുടെ പ്രവർത്തനങ്ങൾ അതിനു വേണ്ടി. അള്ളാഹു പറയാണ്, അൽഹാകുമുത് തകാസുർ, അൽഹാക്കും, അതാണ് നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നത്, അതല്ലെങ്കിൽ അതാണ് നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നത്. അത്തകാസുറാൻ. പക്ഷേ എത്രയായിരുന്നാലും അത് ഏതുവരെയാണ് ഉണ്ടാവുക? ഇവിടെ ഇരുന്ന് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താൻ കൊതിക്കുന്ന മുഅ്മിനീങ്ങളെ, അത് ഏതുവരെയാണ് ഉണ്ടാവുക? ഹത്താ സുർത്തുമുൽ മഖാബിർ. നിങ്ങൾ ഈ പള്ളിയുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കൂ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ഉയർന്നു നിൽക്കുന്ന മീസാൻ കല്ലുകൾ. ആ മീസാൻ കല്ലുകളുടെ അകത്തേക്ക്, ആ ഖബറുകളുടെ അകത്തേക്ക് നിങ്ങൾ എന്ന് പോകുമോ അതുവരെ മാത്രമേ നിങ്ങൾക്ക് ഈ വർദ്ധനവിനെ തേടാൻ കഴിയൂ. ഇത് പറഞ്ഞുകൊണ്ട് ഹബീബായ പ്രവാചകർ പറഞ്ഞു, യഖൂലുൽ അബ്ദു മാലി മാലി, മനുഷ്യൻ പറയുന്നു എന്റെ പൈസ, എന്റെ പൈസ, എന്റെ ധനം, എന്റെ വീട്, എന്റെ വസ്ത്രം. എന്നിട്ട് നബി ഒരു സന്ദേശം നൽകുകയാണ്, എന്നാൽ അവനില്ല, വലൈസ മിൻ മാലിഹി ഇല്ലാ സലാസ്, അവന്റെ ധനത്തിൽ നിന്ന് അവന് കിട്ടുക 3 എണ്ണം മാത്രമാണ്. അതിലൊന്ന് മാ അകല ഫഅഫ്നാ, അവൻ തിന്നു നശിപ്പിച്ചത് അവന് കിട്ടി. തിന്നു, അവന്റെ ആരോഗ്യത്തോട് ചേർന്നു, അവന്റെ രക്തമായി, മജ്ജയായി, മാംസമായി അതവന് കിട്ടി. പിന്നെ എന്താണ് അവന് കിട്ടിയത്? മാ ലബിസ ഫഅബ്ലാ, അവൻ ധരിച്ച് നശിച്ചു പോയത്. ആലുവയിൽ ഞാൻ ഇരിക്കുമ്പോ
രണ്ട് ഉറനിറയെ വസ്ത്രങ്ങളുമായി ഒരു സഹോദരൻ എന്റെ അടുക്കൽ വന്നു. ഉസ്താദേ, എനിക്കൊരു മോനുണ്ടായിരുന്നു, ഒരൊറ്റ മോനെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ 2 മാസം മുമ്പ് മരിച്ചുപോയി. ഇതവന്റെ പാന്റുകളാണ്, ഷർട്ടുകളാണ്, ടീഷർട്ടുകളാണ്. എന്റെ ഭാര്യ ഇത് കാണുമ്പോൾ പൊട്ടിക്കരയുന്നുണ്ട്. ഞാൻ അവളോട് ചോദിച്ചു, ഇത് നമുക്ക് ഉസ്താദിനെ കൊണ്ടുപോയി ഏൽപ്പിച്ചാലോ? അവൾ സമ്മതിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉസ്താദെ ഞാൻ കൊണ്ടുവന്നതാണ്, ഇത് ഉസ്താദ് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ ഹദീസ് എന്റെ മനസ്സിൽ ഓർമ്മ വന്നു. മാ ലബിസ ഫഅബ്ലാ, ധനത്തിൽ നിന്ന് കിട്ടിയത് ധരിച്ച് നുരുമ്പിപ്പോയതാണ്. നുരുമ്പിപ്പോവാത്തത് കിട്ടൂല. നുരുമ്പിപ്പോവാത്തത് അയൽവാസിക്ക് കൊടുക്കും, പാവപ്പെട്ടവർക്ക് കൊടുക്കും, മറ്റുള്ളവർക്ക് കൊടുക്കും. വീണ്ടും പറയാണ്, ഔ അഅ്താ ഫഖ്തനാ, മറ്റുള്ളവർക്ക് വേണ്ടി നൽകിയത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, വേണ്ടപ്പെട്ടവർക്ക് ആർക്കൊക്കെയാണോ നൽകിയത്, ആ നൽകിയത് മാത്രമാണ് അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നാളേക്ക് വേണ്ടിയെന്ന് സയ്യിദുനാ വ നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തമ്പുരാൻ വലിയ ഗൗരവമേറിയ ഓർമ്മപ്പെടുത്തലല്ലേ മുഅ്മിനീങ്ങളെ നമ്മയൊക്കെ ഓർമ്മപ്പെടുത്തിയത്. ദുന്യാവുമായിട്ട് അങ്ങനെ ചേർന്ന എന്താ ഉണ്ടാവുക എന്നറിയോ? അതായത് ഹറാമോ ഹലാലോ ഒന്നും നോക്കാതെ അങ്ങ് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പോകുന്ന സമയത്ത് വളരെ വിഷമായിരിക്കും, വളരെ സങ്കടമായിരിക്കും. മരിക്കണ സമയം അതേതാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഒന്നും അറിയില്ലല്ലോ. ഇന്ന് പത്രം നോക്കിയിട്ട് അതിന്റെ ചരമക്കോളം നോക്കാതെ ഒഴിവാക്കി വിട്ട ആളുകൾ വീട്ടിൽ പോയിട്ട് ആ ചരമക്കോളം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. സുബ്ഹാനല്ലാഹ്, 50 ആളുകൾ ഉണ്ടെങ്കിൽ 50 പ്രായമാണ് അവർക്ക്. 50 പ്രായങ്ങൾ, 50 കാരണങ്ങളാണ്. ഒരാളുടെ കാരണമല്ല മറ്റൊരാൾക്കുള്ള കാരണം. അതിൽ അപകടങ്ങളുടെ കാരണം പറയും, വ്യത്യസ്ത അപകടങ്ങൾ. ആലോചിച്ച് നോക്കണം, എങ്ങനെ, ഏത് രൂപത്തിൽ, എവിടെ വെച്ച് നമുക്ക് ആർക്കും അറിയില്ല. പ്രവചനാതീതമാണ്, പ്രവചിക്കാൻ കഴിയില്ല. ആലോചിച്ച് നോക്കിയേ, അങ്ങനെയുള്ള ഘട്ടത്തിൽ നമ്മൾ എങ്ങനെ വഫാത്താവുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും ദുനിയാവിൽ നിന്നങ്ങ് വേർപിരിയാൻ വലിയ ശ്രമമായിരിക്കും. കാരണം എന്താണ്? അള്ളാഹുവിലേക്ക് മടങ്ങണല്ലോ എന്ന് ആലോചിച്ചില്ല. പടച്ചോനോട് ചോദിക്കുമ്പോഴും പറയുമ്പോഴും ഇബാദത്ത് ചെയ്യുമ്പോഴും ഒന്നും കൽബിന്റെ ഉള്ളിലേക്ക് അതങ്ങ് കയറിയില്ല. അവിടെയൊക്കെ ദുനിയാവായിരുന്നു. അതാണ് നമ്മൾ മാറ്റേണ്ടത്, അതാണ് നമ്മൾ മാറ്റിത്തിരുത്തേണ്ടത്. എത്ര കിട്ടിയാലും മതിയാവാത്തൊരവസ്ഥ. ലിയോ ടോൾസ്റ്റോയിയുടെ ഒരു കഥയുണ്ട്, ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്നാണ് ആ കഥയുടെ ഹെഡിങ്. രാജാവ് ഒരിക്കൽ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര ഭൂമി വേണോ അത് നിങ്ങൾക്ക് ഇതാ തരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ രാജാവിനെ കാണാൻ വേണ്ടി ആളുകളൊക്കെ വന്നു. എനിക്ക് ഇത്ര വേണം, എനിക്ക് ഇത്ര വേണം, ഓരോരുത്തർ പറയാണ്. അതിനിടയിൽ പാഹോ എന്ന ഒരു ചെറുപ്പക്കാരൻ വന്നു. രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര ഭൂമി വേണം? നിങ്ങൾ നടന്ന് ആ ഭൂമി എത്ര വേണമെങ്കിലും നിങ്ങൾ അളന്ന് സ്വീകരിച്ചോളൂ. അത് എത്ര നടന്നാലും കിട്ടുമോ രാജാവേ? അത് എത്ര നടന്നാലും കിട്ടും. അയാൾ നടക്കാൻ തുടങ്ങി, നടത്തം മാറ്റി ഓടാൻ തുടങ്ങി. ഓടിയിട്ട് അയാൾക്ക് ദാഹിച്ചു. നിന്നാൽ ഭൂമിയുടെ വലിപ്പം കുറയുമല്ലോ. വീണ്ടും 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 അയാൾ ഓടിയിട്ട് അയാൾക്ക് ആ ഭൂമി സ്വന്തമാക്കാൻ എവിടെ നിർത്തണമെന്നറിയാതെ അയാൾ വീണ്ടും ഓടുകയാണ്. ഏക്കറുകളായി, ചതുരശ്ര കിലോമീറ്ററുകളായി. എന്നിട്ടും അയാൾ നിർത്തിയില്ല. അവസാനം അയാൾ ദാഹം കൊണ്ട് വീർപ്പുമുട്ടിയിട്ട് അയാൾ മരിച്ചു വീണു. രാജഭടന്മാരോട് രാജാവ് ചോദിച്ചു, ആ ഭൂമിക്ക് വേണ്ടി വന്ന പാഹോ എവിടെ? അയാൾക്ക് എത്ര ഭൂമിയാണ് കൊടുത്തത്? അയാളോട്, രാജാവിനോട് അവർ പറഞ്ഞു, 6 അടി മണ്ണ് മാത്രമാണ്. നമ്മളുടെ ഒക്കെ മനസ്സിന്റെ ഉള്ളില് ഈ ഒരു പാഹോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. എവിടെയെങ്കിലും ഉണ്ടാവും ഒരു പാഹോ, ഒരു കാറൂന്, ഒരു ഫറോവയുടെ അംശം. ഇതൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവും. ഐഹികമായ ലോകത്തിന്റെ ആഡംബരങ്ങളിൽ മുഴുകി നമ്മൾ സർവശക്തനായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വിസ്മരിക്കുമ്പോ നമുക്ക് നഷ്ടപ്പെടുന്നത് മഹാവിജയങ്ങളുടെ ലോകം മാത്രമാണ് എന്ന് നമ്മളാരും വിസ്മരിക്കാൻ പാടില്ല. ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. ഇന്നിപ്പോ പല കാര്യങ്ങളും നമ്മൾ ഐഹികമായ ലോകത്തിന്റെ തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് വിടുകയാണ്.
അത് നിർബന്ധിതമായിട്ട് നമ്മൾ വിടേണ്ടി വരും. സാന്ദർഭികമായിട്ട് പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ പ്രദേശത്തുള്ളവരായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം. അത്തരം കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിലേക്ക് മാറ്റിവെക്കുകയാണ്. എന്താണത്? നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ ചില കാര്യങ്ങൾ ഈ പ്രദേശങ്ങളിൽ നടക്കുകയുണ്ടായി. നമ്മളതൊരു വർഗീയമായിട്ട് കാണുകയല്ല. അതേ സമയത്ത് നമ്മളുടെ രാജ്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും നേരെയുള്ള വെല്ലുവിളിയായിട്ട് മാത്രമാണ് അത്തരം കാര്യങ്ങളെ കാണാൻ കഴിയുക. സൈമൺ മാസ്റ്റർ മുഹമ്മദായി എന്ന് മാത്രമല്ല, ഹജ്ജ് ചെയ്തിട്ട് അദ്ദേഹം മുഹമ്മദ് ഹാജിയായി. സൈമൺ മാസ്റ്ററോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത, സൈമൺ മാസ്റ്ററുടെ മൃതശരീരം ഇസ്ലാമിക ആചാരങ്ങൾ അനുസരിച്ച് മറമാടാൻ അവസരം നൽകിയില്ല എന്നത് മാത്രമല്ല, അത് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണമായിട്ട് നൽകി. എത്ര വലിയ ക്രൂരതയാണത്! അതിനുവേണ്ടി സ്വമേധയാ താല്പര്യം കാണിക്കുന്ന എത്ര ആളുകളുണ്ട്. തുടർന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ TS ജോയ്, അദ്ദേഹം നെജ്മൽ ബാബുവായിട്ട് മാറി. നമ്മൾക്കാർക്കും നിയമം കൊണ്ടുപോലും നേരിടാൻ കഴിയാത്ത വലിയൊരു പ്രതിസന്ധിയാണ് ഇത്തരം കാര്യങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത്. നിയമപീഠങ്ങൾ പോലും, നീതിപീഠങ്ങൾ പോലും ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ ഉമ്മത്തിന്, നമ്മുടെ സമൂഹത്തിന് അനുകൂലമായിട്ട് വരുന്നില്ല. തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷെ അത് ഏറ്റവും വലിയ ഒരു ഫാഷിസമാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. മുസ്ലിമായത് ഏത് കാരണത്താലാണ്, എങ്ങനെയാണ് എന്നൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. അത് ഓരോരുത്തർക്കും ഇസ്ലാമിലേക്ക് കടന്നു വരാനും മറ്റു മതങ്ങൾ സ്വീകരിക്കാനും അവരുടേതായിരിക്കുന്ന കാരണങ്ങൾ ഉണ്ടാകും. മുസ്ലിമായി കഴിഞ്ഞാൽ, കലിമത്തു ഷഹാദ ഉച്ചരിച്ചു കഴിഞ്ഞാൽ, ആ രീതിയിൽ അവർ ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവർ മുസ്ലിങ്ങളാണ്. മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുബാധ്യതയാണ്. പൊതുബാധ്യത എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്താൽ മറ്റുള്ളവരുടെ മേലിലുള്ള ബാധ്യത കൂടെ അവസാനിക്കുന്ന ബാധ്യത. എന്താണത്? ആ മനുഷ്യനെ മയ്യിത്ത് കുളിപ്പിക്കുക, ആ മനുഷ്യനെ കഫൻ ചെയ്യുക, ആ മനുഷ്യന്റെ മേലെ നിസ്കരിക്കുക, അയാളെ മറമാടുക. ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഏറ്റവും മോശമായ രീതിയിൽ ആ സഹോദരനെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ അങ്ങ് ദഹിപ്പിച്ചു കളഞ്ഞു. ഞാൻ പറയുന്നത് നമ്മൾ ഇതിനെതിരെ സമരം ചെയ്യണമെന്നല്ല, നമ്മളിത് വർഗീയമായി കാണണമെന്നല്ല. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ മനസാക്ഷിയെങ്കിലും ഉണരണം. നമ്മുടെ പ്രദേശങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ ഒരുമിച്ചുകൂടി നീതിപീഠങ്ങളുടെ മുമ്പിൽ പോയി ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും അതിനുവേണ്ടി കൂട്ടുനിന്ന ആളുകൾക്ക് അതിശക്തമായ മറുപടി നിയമത്തിലൂടെ നമ്മൾ നൽകുകയും ചെയ്യണമെന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉണർത്താനുള്ളത്. കഴിഞ്ഞത് കഴിഞ്ഞു. നെജ്മൽ ബാബുവിന്റെ കാര്യം സർവശക്തനായ അള്ളാഹുവിലേക്ക് നമ്മൾ സമർപ്പിച്ചു. അള്ളാഹുവിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ കോടതിയിൽ, മഹ്ശറ വൻസഭയിൽ വെച്ച് ഏകനായ അള്ളാഹുവിന്റെ നീതിപീഠങ്ങൾക്ക് മുമ്പിൽ അതിനൊക്കെ തീരുമാനമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്ന് കരുതിയിട്ട് നമ്മുടെ ഭൗതിക ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വിടണം എന്നല്ല പറഞ്ഞത്. എല്ലാം അള്ളാഹു തീരുമാനിക്കുന്നതാണ്. പക്ഷേ ആ തീരുമാനങ്ങൾ റഹ്മാനായ റബ്ബ് സ്വീകരിക്കാനും അള്ളാഹു അതിന് വലിയ അളവറ്റ പ്രതിഫലം നൽകുവാനുമുള്ള അങ്ങേയറ്റത്തെ പരിശ്രമങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്നുണ്ടാകണം. അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് അങ്ങ് മരിച്ചു പോകുമ്പോൾ മരിക്കാൻ വലിയ പ്രയാസമായിരിക്കും. ആലോചിച്ച് നോക്കിയേ, അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത് തഖ്വയിലൂടെ അള്ളാഹുവിലേക്ക് അടുത്ത ഒരാളാണ് എങ്കിൽ, മുഅ്മിനായ ഒരു മനുഷ്യനാണ് എങ്കിൽ, അവന്റെ മരണത്തെക്കുറിച്ച് അള്ളാഹു തമ്പുരാൻ ഖുർആനിലൂടെ പറഞ്ഞ ആ ഒരവസ്ഥ നമുക്ക് കിട്ടണ്ടേ? അതെന്താ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മലക്കുകൾ അവന്റെ അടുക്കലേക്ക് ഇങ്ങനെ വരുന്നാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് മലക്കുകൾ അവന്റെ അടുക്കലേക്ക് വന്നിട്ട് ആ മലക്കുകൾ കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ ഇരിക്കുമെത്രേ. എന്നിട്ടാണ് മലക്കുൽ മൗത്ത് വരിക എന്നാണ്. മലക്കുൽ മൗത്ത് അസ്രാഈൽ അലൈഹിസ്സലാം വന്ന് അവനോട് സലാം പറയുമെന്ന് മാത്രമല്ല, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവനോട് പറയുന്നത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ ശാന്തമായ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതം മർളിയ, അള്ളാഹുവിലേക്ക് സംതൃപ്തിയായിട്ടും അള്ളാഹു നിന്നെ തൃപ്തിപ്പെട്ടതായ അവസ്ഥയിലും നീ പടച്ചോണിലേക്ക് മടങ്ങിക്കോ.
അപ്പോ ആ ആത്മാവ് റസൂല് പറയാണ് ഒരു തോൽപാത്രത്തിൽ നിന്ന് ഒരു വെള്ളം ഉറ്റിങ്ങട് വീഴുന്നത് പോലെ അത്രയും സിമ്പിളായി അത്രയും നിസാരമായ രൂപത്തില് ആ ആത്മാവ് ശരീരത്തിന്റെ പുറത്തേക്ക് വരുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ദുന്യാവിനോടുള്ള പ്രേമം നമ്മൾ അവസാനിപ്പിക്കണം. ഐഹികമായ ലോകത്തെ ആഡംബരങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെ മാറ്റിവെക്കുക, ഇസ്ലാമിനെ മാറ്റിവെക്കുക, നിസ്കാരം മാറ്റിവെക്കുക, ഇബാദത്ത് മാറ്റിവെക്കുക, തഖ്വ മാറ്റിവെക്കുക, ഇത് നമ്മൾ അവസാനിപ്പിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഓരോരുത്തർ ദുന്യാവിനെ വിട്ടിങ്ങനെ പോവാണ്. നമ്മൾ ആലോചിക്കാറുണ്ടോ ഇയാളുടെ പിന്നാലെ നാമും നാളെ പോകേണ്ടവരാണ്? പള്ളിക്കാട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ സലാം പറയൽ എങ്ങനെയാ? നിങ്ങൾ സലാം പറഞ്ഞത് എങ്ങനെയാ ഇന്ന്? മുനവ്വർ ഷാ തങ്ങളോട് സലാം പറയുമ്പോ സലാമിന്റെ ഒരു ഭാഗമായിട്ട് പറഞ്ഞത് എന്താ? വാപ്പായുടെ ഖബറിന്റെ അവിടെ ചെന്ന് സലാം പറയുമ്പോ ആ സലാമിന്റെ ഒരു ഭാഗമായിട്ട് പറയുന്നത് എന്താ? വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, നിശ്ചയമായും ഞങ്ങൾ നിങ്ങളോട് ചേരാനുള്ളവരാണ്. അത് പറഞ്ഞ് മനസ്സിൽ അതങ്ങോട്ട് പോകരുത്. മനസ്സിൽ അത് വീണ്ടും നിൽക്കണം. അടുത്ത ളുഹറിന്റെ സമയത്ത് അത് വീണ്ടും വരണം, അസറിന്റെ സമയത്ത് അത് വീണ്ടും വരണം. പടച്ചോനെ, ഞാൻ ഈ നിസ്കരിക്കുന്ന കർമ്മങ്ങൾ എന്റെ ഖബറിൽ എന്റെ തലയുടെ ഭാഗത്ത് വരുമെന്നാണല്ലോ ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളത്. അതെനിക്ക് വരണമല്ലോ, എന്റെ ഇബാദത്തുകൾ വരണമല്ലോ, എന്റെ സ്വതക്കകൾ വരണമല്ലോ. നമ്മുടെ കൺമുന്നിൽ നമ്മൾ ഇങ്ങനെ ഉദാഹരണങ്ങൾ കാണുകയാണ്. ചാമക്കാലയിൽ ഞാൻ പലപ്പോഴും എൻ്റെ പ്രസംഗത്തിലൊക്കെ പറയുന്നൊരു സംഭവമാണ്. ചാമക്കാലയിൽ നിങ്ങൾക്കറിയാമല്ലോ, കോളേജിന്റെ തൊട്ട് പിന്നിലാണ് അവിടെ നമ്മളുടെ ഇതുള്ളത്. നമ്മളുടെ അവിടെ കടപ്പുറമുള്ളത് പള്ളിയുടെ തൊട്ടു പിന്നിലാണ്, കോളേജിന്റെ തൊട്ടു പിന്നിലാണ്. മക്കളൊക്കെ കളിക്കാൻ വേണ്ടി വൈകുന്നേര സമയങ്ങളിൽ അങ്ങോട്ട് പോകും. മക്കളൊക്കെ നന്നായിട്ട് കളിച്ച് വൈകുന്നേര സമയം മഗ്‌രിബിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഒരു കോളേജിലേക്ക് തന്നെ തിരിച്ചു വരും. നന്നായിട്ട് കുളിച്ച് ശുദ്ധിയായി വൃത്തിയായി മഗ്‌രിബിന്റെ തൊട്ട് മുമ്പ് അവർ പള്ളിയിലേക്ക് കയറും. പള്ളിയിൽ കയറിയിട്ട് അവർ തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി തസ്ബീഹ് ചൊല്ലിയിട്ട് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് അവർ ക്ലാസ്സിലേക്ക് വരും. 300 കുട്ടികൾ മാഷാ അല്ലാഹ് കോളേജിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കൽ ഒരു ഞായറാഴ്ച ദിവസം, ഇതുപോലൊരു ഞായറാഴ്ച ദിവസം വൈകുന്നേരം കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി പോയി. കളി കഴിഞ്ഞ് വരിയായിട്ട് കുട്ടികൾ ഇങ്ങനെ തിരിച്ചു വരികയാണ്. 3 കൂടിയ സെന്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കോളേജിന്റെ വലിയ ഒരു ഗേറ്റ് ഉണ്ട്. കുട്ടികൾ ഇങ്ങനെ വരിയായിട്ട് വരുമ്പോ ആ വരിയിലുണ്ടായിരുന്നു എൻ്റെ ഒരു ശിഷ്യൻ, നാസർ എന്നാണ് അവന്റെ പേര്. 4ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. നല്ല മിടുക്കനാണ്. ക്ലാസ്സിലെ 1ാം റാങ്കാണ്, ക്ലാസ്സിലെ ലീഡറാണ്. ഈ ഒരു 10 മണി സമയത്ത് ഉസ്താദുമാർക്ക് ഒരു ചായ കൊണ്ടുതരുന്ന ഒരു സ്വഭാവമുണ്ട്. അത് കൊണ്ടുതരല് പ്രിയപ്പെട്ട ഈ നാസറാണ്. അങ്ങനെ സന്തോഷത്തോടെ അവൻ കൊണ്ടുവരും. ഞാൻ എപ്പോഴും അവനോട് ചോദിക്കും, എന്താ കടിയൊന്നും നിന്റെ വകയില്ലേ? കടിയില്ലെങ്കിൽ ചോദിക്കും. അങ്ങനെ ഒരു മാനസികമായ അടുപ്പുണ്ടായിരുന്നു. ഗേറ്റിന്റെ മുമ്പിലെത്തിയപ്പോ പെട്ടെന്ന് ഇവൻ മുട്ടുകുത്തിയിട്ടങ്ങ് താഴേക്ക് വീണുപോയി. ശ്വാസം വലിച്ചു വിടുന്നുണ്ട്. ഓഫീസിൽ കൊണ്ടുവന്ന് കിടത്തി. എന്തു പറ്റിയതാന്നറിയില്ല. 3 പീടികയിലെ അവിടെയുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. മോഡേണോ മറ്റോ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഏതായാലും ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഒരു ഉസ്താദ് ഉണ്ട്, 2 വിദ്യാർത്ഥികളുണ്ട്. ഡോക്ടർ ചോദിച്ചു, ഈ കുട്ടിയുടെ കൂടെ ഈ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ ഡോക്ടറെ, ഒരു പ്രത്യേക അസുഖമൊന്നുമില്ല, വളരെ ആരോഗ്യവാനായിരുന്നു. ഡോക്ടറെ കാര്യം പറയുന്നു പറഞ്ഞു. അയാൾ പറഞ്ഞു, ഒരു 10 മിനിറ്റ് മുമ്പ് ഈ കുട്ടി മരിച്ചു പോയിരിക്കുന്നു. യാ അല്ലാഹ്, വല്ലാതെ ബേജാറായി പോയി. ചെറിയ കുട്ടിയാണെന്ന് മാത്രല്ല, വാറ്റുപുഴക്കാരനായ ഇവന്റെ വാപ്പായി ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ, ഒരാൺകുട്ടിയേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം. നാട്ടുകാരോട് മറുപടി പറഞ്ഞു നിർത്താം, പക്ഷേ വാപ്പായോട് എന്ത് പറയും? ഒരു അസുഖമില്ലാത്തൊരു കുട്ടി മരിച്ചു എന്ന് പെട്ടെന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? ഞങ്ങൾ ഫോൺ ചെയ്തു അവന്റെ ഉപ്പയോട്, നിങ്ങൾ അത്യാവശ്യമായിട്ടൊരു വാഹനം എടുത്തിട്ട് ഇങ്ങോട്ട് വരണം. എന്താ കാര്യം? മോന് ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ വരണം. മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ട് അയാൾ വന്നു.
ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ഉസ്താദുമാരും നാട്ടുകാരും വേണ്ടപ്പെട്ടവരുമൊക്കെ ഇങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് രാത്രി സമയത്ത് നിൽക്കുകയാണ്. ഇയാള് വന്നിട്ട് സലാം പറഞ്ഞു. ഉസ്താദെ എന്താ കാര്യം? പെട്ടെന്നങ്ങ് പറയാൻ കഴിഞ്ഞില്ല. അയാളെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി ഞങ്ങൾ 2-3 ആളുകൾ ഹോസ്പിറ്റലിന്റെ ഒരു മൂലയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടരുത്, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ വേദനിക്കരുത്, ഉസ്താദ് കാര്യം പറയൂ. നമ്മുടെ പൊന്നുമോൻ നാസർ ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു, അവൻ മരിച്ചിരിക്കുന്നു. ഇയാൾ ഇപ്പൊ ഞങ്ങളെ ചീത്ത പറയും. എന്താ കാര്യമെന്ന് ചോദിക്കും, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും. അയാൾ ഒന്നും പറഞ്ഞില്ല. ആ മനുഷ്യൻ പതുക്കെ കണ്ണുകളടച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ മോൻ എന്തെങ്കിലും പറഞ്ഞോ? അവനെ കാണണമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നാൽ എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവനെ കിടത്തിയിരിക്കുന്ന ഹോസ്പിറ്റലിലെ ആ റൂമിലേക്ക് ചെന്ന് ആ മറ മാറ്റിയിട്ട് അവന്റെ മുഖത്ത് നിന്ന് ആ വിരി മാറ്റിയിട്ട് അവനോട് സലാം പറഞ്ഞവന്റെ നെറ്റിത്തടത്തിലൊരു ചുംബനം കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ ഞങ്ങളോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. പോലീസുകാരാണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിനുള്ള അവസാന നടപടിയായിട്ട് ഇയാളുടെ ഒരു ഒപ്പ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ക്ലിയർ ചെയ്തിരിക്കുന്നു. ഈ കാര്യം പറഞ്ഞപ്പോ അയാൾ ദേഷ്യപ്പെട്ടു. എന്റെ മകനെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയോ? ഇൽമ് പഠിക്കുമ്പോൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഷഹീദിന്റെ കൂലി ഉണ്ടെന്നല്ലേ ഞങ്ങൾ ഹദീസിൽ വായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ മകനെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട, അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയല്ലേ അവൻ പോയത്. എനിക്കതിൽ പരിഭവമില്ല, എനിക്കതിൽ അള്ളാഹുവിനോട് പരാതിയില്ല. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുകയാണ്. കൊണ്ടുപോയി. സാധാരണ ഗേറ്റ് കടക്കണമെങ്കിൽ മുജീബ് റഹ്മാൻ ദാരിമിയും കരീമൂലവും ഒക്കെ നമ്മളുടെ രക്ഷിതാക്കന്മാരാണ്. അവിടെയുള്ള ഉസ്താദുമാരുടെ സമ്മതമല്ലാതെ ആ ഗേറ്റ് കടക്കാൻ പറ്റൂല. ഇവൻ ഗേറ്റല്ല, ഗേറ്റ് എല്ലാം കടന്നിട്ട് നാട്ടിലേക്ക് പോവാണ്. ഞങ്ങളല്ല സമ്മതം കൊടുത്തത്, അള്ളാഹുവാണ് സമ്മതം കൊടുത്തത്. കരയാനല്ലാതെ ഒന്നിനും നമുക്ക് ആർക്കും കഴിഞ്ഞില്ല. അവൻ പോയി.